ഇപ്പോൾ ടൊമാറ്റോ നന്നായിട്ട് വെന്ത ഒരു പേസ്റ്റ് രൂപത്തിലായി കഴിഞ്ഞു. അപ്പോൾ ഇതൊരു കുഴഞ്ഞ ഒരു മസാല ആയില്ലേ. ഇനി 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ വേണ്ടത്, ഇനിയാണ് ഇതിൻ്റെ മണം വരാൻ പോകുന്നത്. ഇതുവരെയുള്ള മണം അല്ല ഇനി കിട്ടാൻ പോണത്. ഇനി കസൂരി മേത്തി പൊടി, അതായത് ഉലുവ ചീരയുടെ ഇല. നമ്മൾ സാധാരണ ബട്ടർ ചിക്കനിലൊക്കെ ചേർക്കാറുണ്ട്. അത് 1 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചത്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത് രണ്ടും കൂടി വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ മണം നല്ല മണമായിരിക്കും. ഒരു വ്യത്യസ്തമായ മസാലയുടെ ഫ്ലേവർ വരുന്ന ഒരു നോർത്ത് ഇന്ത്യൻ മസാല മണമാണ്. ഇത് സൗത്ത് ഇന്ത്യൻ അല്ല, ശരിക്കും നോർത്ത് ഇന്ത്യൻ. അങ്ങനെ നമ്മുടെ ചീസ് ബിരിയാണിയുടെ മസാല റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് അടുപ്പിൽ നിന്നും മാറ്റാം. ഇനി വേറൊരു ബൗളിലേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇത് തീ ഓഫ് ചെയ്യുന്നു. ഇനി അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. വീണ്ടും ഇതേ അടുപ്പിൽ തന്നെ മറ്റൊരു പാത്രം വെച്ച് ചൂടാക്കും. അപ്പം നമ്മൾ അതേ അടുപ്പിലേക്ക് തന്നെ മറ്റൊരു പാത്രം, കുറച്ചുകൂടി വലിയൊരു പാത്രം, കുറച്ചുകൂടി ഒരു വിസ്താരമുള്ള പാത്രം. ഇവിടെ എല്ലാ കാര്യങ്ങളും റെഡിയാണ്. ഇനി നമ്മൾ ചീസ് ബിരിയാണിയിലേക്ക് കടക്കാൻ പോവാണ്. മസാല റെഡി. പിന്നെന്താ, ഇനി താളിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ കുറച്ച് നെയ്യ്, പിന്നെ പനീർ വറുത്തത്, ചോറ് വേവിച്ചത്. ആദ്യം നമ്മളൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ മസാല വഴറ്റാനായിട്ട് 2 ടേബിൾ സ്പൂൺ എടുത്തു. ഇത് ഇപ്പോൾ വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ. വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇച്ചിരി കൂടെ കൂടിയാലും കുഴപ്പമില്ല. 3 എന്നുള്ളത് 4 ആകാം. എല്ലാം കൂടി ചേർത്ത് ഒരു 6 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. എന്നാലും ഇതിപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഉരുകി വരട്ടെ. ഏകദേശം നെയ്യ് ചൂടായി. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം, അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മല്ലി കണ്ടല്ലോ, മല്ലിപ്പൊടിയല്ല, മല്ലി. ഇതൊക്കെ ഇപ്പോൾ ആരും അധികം ഉപയോഗിക്കാറില്ല. നമ്മളെല്ലാം ഇപ്പോൾ മല്ലിപ്പൊടിയുടെ ആൾക്കാരാണ് അല്ലേ. മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ. പണ്ടൊക്കെ മല്ലി മുളകൊക്കെ വറുത്തൊക്കെ അരച്ചുകൊണ്ടിരുന്നു അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ 1 ടീസ്പൂൺ മല്ലി. അതൊരു വ്യത്യസ്തമായ ഫ്ലേവർ ആയിരിക്കും മല്ലിയും കൂടെ ചേർത്ത് താളിക്കുന്നത്. ഇത് രണ്ടും കൂടി കിടന്നൊന്ന് മൂക്കണം. അപ്പോൾ ജീരകവും മല്ലിയും പാകത്തിന് മൂത്തിട്ടുണ്ട്. മൂത്ത മണവും വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് സവാള, ഒരു സവാള ചെറുതായി അരിഞ്ഞത്. അപ്പോൾ സവാളയുടെ കളറ് ചെറുതായി മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ ചേർക്കാൻ പോകുന്നത് റൈസ് തന്നെയാണ്. വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ്, ബിരിയാണി റൈസ്. അത് നമ്മൾ ഈ നെയ്യിലിട്ടൊന്ന് വഴറ്റും. അതുകൊണ്ട് നെയ്യിലാണല്ലോ നമ്മൾ സവാള വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ റൈസ്, അപ്പോൾ റൈസിലൊക്കെ നന്നായിട്ട് ആ നെയ്യൊന്ന് പിടിച്ച് കിട്ടും. എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒന്ന് ഇളക്കുക സാവധാനം. ഇതിൻ്റെ കൂടെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പനീറിൻ്റെ കഷ്ണങ്ങൾ. അപ്പോൾ അതിലും ഇച്ചിരി എണ്ണയുടെ അംശമൊക്കെ ഉണ്ടാവും. അതും കൂടി ഈ റൈസിൻ്റെ കൂടെ ചേർത്തോളൂ. അപ്പോൾ പനീറും കൂടി നെയ്യിൽ വറുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. പക്ഷെ ഞാനത് കുറച്ച് ലാഭം ഉണ്ടാക്കിയതാണ്. അതും നെയ്യ് വേണ്ടല്ലോ, എണ്ണയുടെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇച്ചിരിയുടെ കോസ്റ്റ് കുറഞ്ഞിരിക്കും. അപ്പോൾ കണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും ആയി അല്ലേ. ഇപ്പോൾ ഇതെന്തുകൊണ്ട് നമുക്ക് ചീസ് ബിരിയാണി എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല? ഇത് ചീസ് ബിരിയാണി ആയോ? ഇല്ലല്ലോ, ഇത് ചീസ് റൈസ് മാത്രമേ ആയിട്ടുള്ളൂ. ഇതിന് മസാലയൊന്നുമില്ല. വെറുതെ ഉപ്പിട്ട് വേവിച്ച റൈസും കുറച്ച് ചെറിയ താളിക്കൽ മാത്രമേ ഉള്ളൂ. ചീസുണ്ട് ഇതിനകത്ത്, പനീറുണ്ട്. പക്ഷേ ഇതിനെ ഒരു ചീസ് ബിരിയാണി ആക്കണം. അപ്പോൾ ബിരിയാണി ആക്കാനായിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല, ബിരിയാണി മസാല, ഇനി ഇതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് യോജിപ്പിക്കണം. ആദ്യം കുറച്ചെടുക്കും, എന്നിട്ട് സാവധാനം ഈ ചോറിൻ്റെ കൂടെ യോജിപ്പിക്കും. ഇങ്ങനെ ഇളക്കി ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഒരു ഭാഗം റെഡിയായി. ഇനി മറുഭാഗത്തേക്ക് ബാക്കിയിരിക്കുന്ന മസാല. അപ്പോൾ എല്ലാ മസാലയും ഇതിൽ ചേർത്തപ്പോൾ ഇത് എന്തെല്ലാം മസാല എന്നറിയാം. ഇതിൽ മണമുള്ള മസാലയാണ്. കസൂരി മേത്തി, ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഉണ്ടല്ലോ. പച്ചമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കും. ടൊമാറ്റോ, എല്ലാ കാര്യങ്ങളും ഉണ്ട്.
ഇതെല്ലാം തന്നെ നമ്മുടെ റൈസിൽ ഇങ്ങനെ നന്നായി പിടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിൽ കുറച്ച് കാര്യം കൂടെ ഉള്ളൂ ബാക്കി. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ഉപ്പും കൂടി ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ, മല്ലിയില. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ നല്ലതായിരിക്കും. ആവശ്യത്തിന് മല്ലിയില. അപ്പോൾ ആ കോൺട്രാസ്റ്റ് ആയല്ലോ കളർ. അങ്ങനെ നമ്മുടെ ചീസ് ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് വിളമ്പുന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മാത്രം മതി. തീ ഓഫ് ചെയ്യാം. സ്വാദുള്ള ഒരു ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ചീസ് ബിരിയാണി, പേരിൽ തന്നെ ഒരു ചീസി ഒരു ടേസ്റ്റ് ഉണ്ടല്ലേ ചീസ് ബിരിയാണി എന്ന് പറയുമ്പോൾ. ഇത് പനീർ ബിരിയാണിയാണ്, അല്ലാണ്ട് ശരിക്കുള്ള ചീസല്ല, കോട്ടേജ് ചീസ്. പിന്നെ ഇതിൻ്റെ നല്ലൊരു സ്പൈസിയാണ്. പിന്നെ ഇതിൻ്റെ മണം ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ വെച്ചത് എത്ര മണമാണെന്നറിയാമോ. അത് ആ മണം ഇങ്ങനെ സാധാരണ ഒരു ബിരിയാണിക്ക് നമുക്ക് കിട്ടാറില്ല. അങ്ങനത്തെ ഒരു ഫ്ലേവറാണ്. തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഇതിൻ്റെ കൂടെ ഒരു റൈത്ത, ഒരു തൈര് വെച്ചിട്ടുള്ളൊരു സലാഡ് റൈത്ത, അതിൻ്റെ കൂടെ ഒരു അച്ചാറിന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഒരു അച്ചാർ, പപ്പടം, ഇത്രയും കൂട്ടി കഴിച്ചു നോക്കൂ. നോൺ വെജ് ബിരിയാണി എല്ലാം മാറി നിൽക്കും. തീർച്ചയായിട്ടും പരീക്ഷിക്കുക.